കിട്ടുന്ന പ്രതിഫലം അറിയോ? നിങ്ങളുടെ വീട്ടിലെങ്ങാണം ഖുർആൻ പഠിച്ച ഒരു മോനുണ്ടെങ്കിൽ അവന് കിട്ടുന്ന പ്രതിഫലമെന്തേ? അവൻ എപ്പോഴല്ലാനോട് ദുആ ചെയ്താലും അവന്റെ ദുആ റബ്ബ് സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പൊന്നുമോനുണ്ടല്ലോ, അവന്റെ കണ്ണ് നിറഞ്ഞാൽ അല്ലാഹു സഹിക്കൂല. അവൻ റബ്ബിനോട് എന്ത് ചോദിച്ചാലും പടച്ചവൻ കൊടുക്കും. 2, അവൻ മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ. അവൻ മരിക്കുമ്പോ സ്വർഗത്തിൽ അവന്റെ വീട് കണ്ടിട്ടേ മരിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, നിന്റെ പൊന്നുമോ മരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കാണിച്ചു കൊടുക്കും, എടാ ഇതാണടാ നിന്റെ വീട്, ഇതാണടാ നിന്റെ വീട്. സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. 3ാമത്തെ പ്രതിഫലമെന്തേ? പൊന്നുമോളെ, പൊന്നുമോളെ, നിന്റെ പൊന്നുമോനെ കബറടക്കിയിട്ട് 1000 വർഷം കഴിഞ്ഞ് അവന്റെ കബർ മാന്തി നോക്കിയാൽ അവന്റെ ശരീരം പുഴുക്കൾ തിന്നൂല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവന്റെ ശരീരം പുഴുക്കൾക്ക് ഹറാമാണ്. അവന്റെ ശരീരം പുഴുക്കൂല, അവന്റെ ശരീരം പുഴുക്കൾ തിന്നില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർ ആ പൊന്നുമോന്റെ കബറിനകത്ത് കൊണ്ട് വെച്ചിട്ട് 100 കൊല്ലം കഴിഞ്ഞ് കബർ മാന്തിക്കോ. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഈ നാട്ടിലെ ഹാഫിളായ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കബററിയുമെങ്കിൽ ഒന്ന് പോയി തുറന്നു നോക്കടാ ചെറുപ്പക്കാരാ. വെള്ളത്തുണി പോലും കീറിയിട്ടുണ്ടാകില്ല. 2ാമത്തെ പ്രതിഫലമാണ്. 3ാമത്തെ പ്രതിഫലമെന്തേ? അവൻ നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ, അവൻ നാളെ കബറിനകത്ത് നിന്ന് പടച്ചവന്റെ മുന്നിലെത്തുമ്പോ അല്ലാഹ് അവനോട് പറയുമ്പോ, യദ്ഖുലൂനൽ ജന്നാ ബിഗൈരി ഹിസാബ്. എന്തേടാ നീ നിസ്കരിക്കാനത്? എന്താ നീ അങ്ങനെ ചെയ്തത്? അവനോട് റബ്ബ് ചോദിക്കില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച പൊന്നുപോർ അവന് വിചാരണയില്ല, അവന് ഹിസാബില്ല. അവന് സ്വർഗം കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹു പറയുമെടാ, ഈ കാണുന്ന സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും കടന്നു പൊക്കോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നിന്റെ വയറ്റത്ത് പിറന്ന ഒരു പൊന്നുമോനെയെങ്കിലും നിനക്ക് ഹാഫിളാക്കിയ അവനിങ്ങനെ നടന്ന് നടന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലെത്തുമ്പോ റിദ്വാൻ എന്ന മലക്ക് സലാം പറഞ്ഞ് കവാടം തുറന്നു കൊടുക്കുകയാണ്. വലതുകാല് വെച്ച് സ്വർഗത്തിൽ കയറി. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ മാതാപിതാക്കൾ കിടന്ന് കരയുകയാണ്. അവനതാ തിരിച്ചു വരികയാണ്. അവൻ തിരിച്ചു വരികയാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ചോദിക്കുന്നു, എടാ നിനക്ക് സ്വർഗം തന്നല്ലോ, പിന്നെ എന്തിനാ കരയുന്നത്? പിന്നെ എന്തിനാ കരയുന്നത്? അല്ലാഹുവേ, എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ മക്കളും എന്റെ കൂടപ്പിറപ്പുകളും ഇവരെല്ലാം നരകത്തിലേക്ക് പോകുമ്പോ എനിക്കെങ്ങനെയാ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത്? എനിക്ക് ജന്മം തന്ന എന്റെ വാപ്പ, എന്നെ പൊന്നുപോലെ കൊണ്ട് നടന്ന എന്റെ ഉമ്മ, ഇവരെ നീ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ എനിക്ക് സ്വർഗം വേണ്ട അല്ലാ. എന്നെ കൂടെ നരകത്തിലേക്ക് വലിച്ചെറിയണേ എന്ന് റബ്ബിന്റെ മുന്നിൽ കടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹു അവനോട് പറയും, മോനെ കരയല്ലേ, മോനെ കരയല്ലേ. എന്റെ ഖുർആനെന്ന് തുറന്നു നോക്കാ സമയമില്ലാതെ എത്രയോ മുസ്ലിമീങ്ങൾ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നടക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ട് നടന്നവനാ. അതുകൊണ്ട് പൊന്നുമോരെ, പൊന്നുമോരെ, നിനക്കിഷ്ടമുള്ളവരില് 40 പേരുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാ അല്ലാഹു അവൻ അവസരം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു മകന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഒരാളും മതി മോനെ നിന്റെ വീട്ടിൽ.
10 പെറ്റ തള്ളയാണെങ്കിലും അതിലെ ഒരെണ്ണം മതി, നിന്റെ കുടുംബത്തിലെ 40 പേര് സ്വർഗത്തിൽ പോകും. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഈ സ്ഥാപനം അതിനു വേണ്ടിയാ. ഈ കാണുന്ന